2013 നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിൽ അന്നുണ്ടായിരുന്ന കൊയറിലുണ്ടായിരുന്ന ഒരു സിസ്റ്ററാണ് നമ്മോടൊപ്പമായിരിക്കുന്നത്. സിസ്റ്ററെ, ആ ഒരു ദിവസത്തെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ. അന്ന് സാധാരണ പോലെയുള്ള വിശുദ്ധ കുർബാന, അപ്പോൾ വിശുദ്ധ കുർബാനയിലെ കുറച്ച് പ്രാർത്ഥനകളെല്ലാം കുറേ ഭാഗം അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നു, പ്രയറുകൾ മുറിഞ്ഞു പോകുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ, ഞാൻ അന്ന് ഞങ്ങളുടെ പാട്ട് പാടുന്ന വേറൊരു സിസ്റ്ററാണ്. സിസ്റ്റർ അന്ന് പറ്റാത്തതുകൊണ്ട്, സുഖമില്ലാത്തതുകൊണ്ട് കുർബാനയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പകരമായിട്ട് ഞാനന്ന് പാടിയതാണ്. അപ്പോൾ സിസ്റ്റർമാർ ഏറ്റവും മുമ്പിലാണ്. കാരണം നിങ്ങൾ പള്ളി കണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ആൾക്കാരോട് ചേർന്ന് തൊട്ട് താഴെയായിട്ടാണ് സിസ്റ്റേഴ്സ്, അവിടെയാണ് നമ്മൾ നടുഭാഗത്തായിട്ട് നിൽക്കുക. അപ്പോൾ അച്ഛൻ പ്രയറുകൾ കുറച്ചിങ്ങനെ മുറിഞ്ഞു പോകുമ്പോൾ അച്ഛൻ എന്തോ പറ്റിയല്ലോ എന്ന് ഞാൻ ആദ്യം മനസ്സിലായിരിച്ചു. അച്ഛന് വല്ല തലകർക്കമാണോ അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനിങ്ങനെ അസ്വസ്ഥനായി. എന്നിട്ട് ഈ കപ്പിയാരെ സൈഡ് നിൽപ്പുണ്ടല്ലോ, അപ്പോൾ കപ്പിയാരെ വിളിച്ചു. അപ്പോൾ വിൽസൺ ഓടി ചെന്നപാടെ, അപ്പോൾ നമ്മൾ മുമ്പിൽ നിൽക്കുന്നതോടെ ശരിക്കും കാണാം. അപ്പോൾ വിൽസൺ ചെന്നപാടെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഞെട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ പോയി, ഈശോയെ വല്ല തിരുരക്തവും തിരുമാംസവുമായിട്ട് മാറിയിട്ടുണ്ടല്ലോ, അങ്ങനെ എന്തോ ആണല്ലോ സംഭവിച്ചേക്കുന്നത് എന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചു. അപ്പം ഇങ്ങനെ നിന്ന് വിൽസൺ ആ സൈഡിലേക്ക് നിന്ന പാടെ ഞാൻ അൽത്താരയിലേക്ക് കയറി വിൽസൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ വിൽസൺ, ഈ കപ്പിയാരാണെന്ന് അന്നേരം തന്നെ എന്നോട് പറഞ്ഞ വാക്കിയതാണ്, സിസ്റ്ററെ ആ ഓസ്തിക്കകത്ത് ഈശോയുടെ മുഖം ഇങ്ങനെ നിൽക്കുവാന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ഇറങ്ങി താഴേക്ക് തന്നെ വന്നു. അവിടെ നിന്ന് ബാക്കി കുർബാന തുടരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഈ ബേമയിലേക്ക് കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഈ തിരുവോസ്തിയുമായിട്ട്, അപ്പോൾ ഈ ഉയർത്തുന്ന സമയത്ത് കുഞ്ഞോസ്തി ഉയർത്തിയത് അത് ഞാൻ ശ്രദ്ധിച്ചു. കുഞ്ഞോസ്തിയാണല്ലോ ഉയർത്തിയത്. അപ്പോൾ ഇത് ഉയർത്തുമ്പോൾ കാണാമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ കുഞ്ഞോസ്തി ഉയർത്തിയത് അത് കണ്ടില്ല. അത് കഴിഞ്ഞ് കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ അച്ഛൻ സാധാരണ പോലെ ബേമയിലേക്ക് വന്നു. ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടൊന്നുമല്ല, പീലാസയ്ക്കകത്ത് തിരുവോസ്തി വെച്ച് ബേമയിലേക്ക് അവസാനത്തെ പ്രയർ എല്ലാം വേണ്ടി ഇങ്ങനെ വന്നപ്പോൾ ഏറ്റവും മുന്നേ ഞങ്ങളുണ്ടോ, ഒപ്പം തന്നെ കുറച്ച് 62 പേരും കണ്ടല്ലേ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ എല്ലാവരും കൂടെ ഓടി ബേമയുടെ അടുത്തേക്ക് അങ്ങ് വന്നു. അച്ഛൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു, ഇത് പിടിച്ച് എല്ലാവരും കൂടെ ഓടി അങ്ങ് വന്നു, ഉണ്ടായിരുന്ന മുഴുവൻ മനുഷ്യരും കൂടെ. അപ്പോൾ കുറേ പേര് ഒച്ചത്തിൽ കരഞ്ഞു, കുറേ പേര് ഈശോയെ സ്തുതിച്ചു, കുറേ പേര് ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ച് നിലത്ത് കുമ്പിട്ട് കിടന്നു, അങ്ങനെ സ്തുതിച്ചു. അപ്പം ഇങ്ങനെ കൈ കുപ്പി ശരിക്കും ഇങ്ങനെ ഈശോയുടെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ഇങ്ങനെ ശരിക്കുള്ള രൂപം. അപ്പോൾ അന്നേരം ഒരു ഈശോയുടെ ഒരു നല്ലൊരു രൂപം ഉണ്ടായിരുന്നു. ആ ഒരു രൂപം പോലെ എനിക്ക് പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൈ കുപ്പി ഇങ്ങനെ സൂചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ തന്നെ ഇച്ചിരി കഴിഞ്ഞപ്പം പറഞ്ഞു, നമുക്കിത് സക്രാരിയിൽ കൊണ്ടുവച്ച് നമുക്ക് കുർബാന അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ തന്നെ ചെയ്ത് കുർബാന കഴിഞ്ഞ് മഠത്തിലേക്ക് വന്നു. ഇനി ഇച്ചിരി കഴിഞ്ഞിട്ട് ഇതേക്കുറിച്ച് വരാത്തൊരു സിസ്റ്ററോടൊന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സിസ്റ്ററിന് കാണണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും പള്ളിയിലേക്ക് കയറി പോവുക. അന്ന് ഞങ്ങൾ വീണ്ടും തേച്ച് കയറി പോവുക. അപ്പോൾ അച്ഛനോട്, അച്ഛൻ നമുക്ക് ഒന്നുകൂടെ തുറന്ന് നോക്കാം അച്ഛാ. അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ എന്ത് ചെയ്ത് സമ്മതിക്കുക, അച്ഛൻ കാരണം ഇനി ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ, അതാണ് ഒരു കാര്യം. അപ്പോൾ വീണ്ടും നിർബന്ധിച്ചപ്പോൾ 2-3 ആൾക്കാർ പള്ളിയിൽ വന്നവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള 2-3 ആളും കൂടെ വന്നു. അപ്പോൾ എന്നിട്ട് അച്ഛൻ അങ്ങടെ പോയി അത് വീണ്ടും തുറന്ന് എടുത്തുകൊണ്ടുമ്പോൾ നേരത്തേക്കാളും കുറച്ചും കൂടെ നല്ല ക്ലിയറായിട്ട്, കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്കത് കാണാൻ വേണ്ടി പറ്റി. പിന്നെ അത് തിരിച്ചു വെക്കാൻ വേണ്ടി 3 ദിവസം കഴിഞ്ഞ്, അപ്പോൾ രാത്രിയിൽ ആൾക്കാരെ നിർബന്ധിച്ച് പറഞ്ഞ് വിട്ടതിന് ശേഷം മാത്രമാണ് പിന്നെ ഒന്ന് അടയ്ക്കാൻ പറ്റിയത്. ആ 3-ാം ദിവസം വരെ അങ്ങനെ അതുപോലെ ആൾ വന്നുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു ഇത് തോന്നിയത്, ഇത് ക്രിസ്തുരാജൻ്റെ ദേവാലയമാണ്. അപ്പോൾ ക്രിസ്തുരാജൻ്റെ പള്ളി ആയതുകൊണ്ട് ആ തിരുമുഖം ക്രിസ്തുരാജൻ്റെ തിരുമുഖമാണ് എന്ന്. അപ്പോൾ നമ്മുടെ ഭാവനയിലല്ല ഇങ്ങനെ കിരീടം വെച്ച രാജാവായൊരു ഈശോയുടെ ചിന്ത മനുഷ്യൻ്റെ നമ്മുടെ മനസ്സിലങ്ങനെ. പക്ഷേ ഞാൻ രാജാവാണെന്ന് ഈശോ പ്രഖ്യാപിക്കുന്നത് പീലാത്തോസിന് മുമ്പിൽ വെച്ചിട്ടാണ്. പീലാത്തോസ് ചോദിക്കുന്നത്, ഈ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല, അപ്പോൾ ഞാൻ രാജാവാണെന്ന് നീ തന്നെ പറയുന്നല്ലോ എന്നൊക്കെ പറയുന്ന ആ സമയത്ത് ശരിക്കും ഈശോയ്ക്ക് ആ സമയത്ത് നമുക്ക് ആ രൂപം ശ്രദ്ധിച്ചാൽ അറിയാം, മുൾമുടിയില്ല ശിരസിൽ, മുൾമുടിയില്ല. അപ്പോൾ ആ മുൾമുടി അടിക്കപ്പെടുന്നതിനും ചമ്മട്ടി അടിക്കപ്പെടുന്നതിനും മുമ്പുള്ള സമയം. അപ്പോൾ അത് ബൈബിളിൽ നോക്കിയാൽ കൃത്യം അതാണ്. പീലാത്തോസ് ഈശോയെ പീലാത്തോസിൻ്റെ മുമ്പിൽ ന്യായവിസ്താരം നടത്തുന്ന ആ സമയമാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത് ഞാൻ രാജാവാണ് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഞാൻ രാജാവാണ്, അപ്പോൾ ക്രിസ്തു രാജനായ ഈശോയുടെ തിരുമുഖം. എന്നാൽ അത് രാത്രി മുഴുവനും വലിച്ചഴച്ച് കൊണ്ടുവന്ന് പീഡിപ്പിക്കപ്പെട്ട് വേദനിക്കപ്പെട്ട്, കാരണം നമുക്കറിയാം ഗെത്സമേനിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒത്തിരി പീഡിത മുഖം, വേദനയുടെ മനുഷ്യൻ, അത് മുഴുവൻ ആ മുഖത്തിങ്ങനെ വളരെ ദൃശ്യം. അപ്പോൾ അവിടെ ക്രിസ്തുരാജൻ്റെ മുഖം വളരെ വ്യക്തമായിട്ട് ദൈവം നമുക്ക് ഈ കാലഘട്ടത്തിന് വേണ്ടി തന്നിരിക്കുക. വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന സത്യദൈവം. അത് ഇപ്പോൾ നോക്കിയാൽ സാധാരണ ഓസി, പക്ഷേ അതിൽ ആർക്കും എല്ലാവരും വന്നവരൊക്കെ അച്ഛന്മാരൊക്കെ എടുത്തു പറഞ്ഞത് ഇതൊരു 3 ഡൈമെൻഷൻ പോലെയാണ്. അന്ന് ആ 2-3 ദിവസങ്ങളിൽ വരുന്നവരെല്ലാം പറയുന്നത് ഒരു 3 ഡൈമെൻഷൻ. കാരണം ഇങ്ങോട്ട് ഈ സൈഡിൽ നോക്കിയാലും ഉണ്ട് ഫുള്ളായിട്ട് ഒരാളുടെ മുഖമായിട്ട് കാണാം, ഏത് സൈഡിൽ നോക്കിയാലും അത് വളരെ ഇതായിട്ട് നമുക്ക് തിരിയും. അപ്പം അന്ന് അങ്ങനെ ഒരു അനുഭവം ദൈവം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി എനിക്കും അതിനുള്ളൊരു ഭാഗ്യം. ഇവിടുത്തെ ഒരു അംഗമായിരുന്നു ഈ മഠത്തിലെ ഞാൻ.
അപ്പോൾ അന്ന് ആ വിശുദ്ധപ്പം എല്ലാവരും എന്നോട് പറയാറുണ്ട്, ഞാൻ പറയും ഞാൻ പാട്ട് പാടിയപ്പോൾ ഈശോ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നതെന്ന് പറയും. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷേ എൻ്റെ പാട്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈശോ തന്നെ വന്നതെന്ന് പറഞ്ഞ് അങ്ങനെ നല്ലൊരു ദൈവം. ആ അനുഭവം ഇന്നും അത് കാരണം അതിൻ്റെ അന്നെടുത്ത ആദ്യത്തെ ആ ചിത്രം ഇന്നും എൻ്റെ ഫോണിലുണ്ട്. അന്ന് സാധാരണ അല്ല, ടച്ച് ഫോണല്ല, സാധാരണ ഫോണിലായിരുന്നു ആ ചിത്രം. അന്ന് ആ ഡേറ്റിൻ്റെ അടക്കം ഇന്നും ഉണ്ട്. അപ്പോൾ അത് ആ ചിത്രത്തിൽ നോക്കി ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും അത് വെച്ച് നമുക്ക് ഭയങ്കര ഒരു സാന്നിധ്യ അനുഭവം, ആ ചിത്രം നമുക്ക് ഈശോയുടെ സാന്നിധ്യ അനുഭവം. അപ്പോൾ അതിലേക്കൊന്ന് നോക്കിയിട്ട് ശരിക്കും ഒത്തിരി കാര്യങ്ങൾ ഇന്ന് മനുഷ്യരാൽ വിസ്മരിക്കപ്പെടുന്ന ദിവ്യകാരുണ്യം, മനുഷ്യരാൽ അവഹേളിക്കപ്പെടുന്ന ദിവ്യകാരുണ്യം ഈശോ. അപ്പോൾ അതുകൊണ്ട് ആ വേദനിക്കുന്ന ഈശോ എത്രമാത്രം നമുക്ക് വേണ്ടി ഈശോ പീഡയേറ്റിട്ടു, ആ സ്നേഹം മനസ്സിലാക്കാതെ അവിടുത്തെ ഹൃദയം ഇന്നും വേദനിക്കുന്നുണ്ടെന്നും രാജാവായി അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവായിട്ട്, മനുഷ്യ ഹൃദയങ്ങളുടെ രാജാവായിട്ട് വാഴാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നമുക്ക് ആ തിരുമുഖം വെളിപ്പെടുത്തിയതാണെന്നാണ് എൻ്റെ വിശ്വാസം.